ആറാട്ടെന്നെ നമ്മുടെ KGF കണ്ടതല്ല, ഇതാണ് റിയൽ സ്റ്റോറി. അത്രേ എന്താ പറയാ, ഒരു അവാർഡിന് സ്കോപ്പ് ഉള്ള പടമാണ്. സൂപ്പറാണ്, കിട്ടില്ല, കണ്ടോണ്ടിരിക്കാൻ നല്ല പടം. ഒരു ലാഗവും ഇല്ല, ഒന്നുമില്ല, നല്ല പടം. കഥ സ്വർണ്ണം കഥ അരത്തിനൂറ് പിള്ളേർ നടിച്ച് വിക്രം നടിப்பு சூப்பரா இருக்கு. Everybody has worked hard and it should do well. Vikram has done a great job. Everybody has done a great job. കുഴപ്പമില്ല. അഭിനയൊക്കെ അടിപൊളിയാ. നന്നായി കൊള്ളാം, നല്ല കൊള്ളാം. പടം ക്ലൈമാക്സ് വെച്ച് ചെറിയൊരു ലാഗായിപ്പോയി, ബാക്കിയെല്ലാം സെറ്റ്. അഭിനയൊക്കെ അടിപൊളിയാണ്. കൊള്ളാം, കണ്ടിരിക്കാൻ ബ്രോ. കുഴപ്പമില്ല, കൊള്ളാം. சூப்பர்ண்ணா, சூப்பர் விக்ரம் வேற லெவல். വിക്രം അഭിനയം വേറെ ലെവലായിരുന്നു. ക്ലൈമാക്സ് മാത്രം ചെറിയൊരു ലാഗായിപ്പോയി, ബാക്കിയെല്ലാം സെറ്റാണ്, ഓക്കെ. വിക്രമൊക്കെ വേറെ ലെവൽ. നല്ല പടം. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഇൻഡിവിജ്വലി എല്ലാവരും അഭിനയിച്ച് നോക്കുവാണെങ്കിൽ വിക്രമൊക്കെ പൊളിയായി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് കഴിഞ്ഞ് അടുത്ത് എന്തെന്ന് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് തോന്നിയിട്ടില്ല. പിന്നെ മാളവികയൊക്കെ യൂഷ്വലി ചെയ്യുന്ന പോലെ ഭയങ്കര നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ല, ക്ലാസ് പടമാണ്, മാസ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ്റെ അകത്ത് വന്നതായി എനിക്ക് തോന്നിയത്. സൂപ്പർ ആക്ടിങ് ആയിരുന്നു. വിക്രം നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ പാർവതി സൂപ്പർ ആയിരുന്നു. പിന്നെ മാളവിക കുഴപ്പമില്ല, അതായത് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു കണ്ടോണ്ടിരിക്കാം, നല്ല ഇതായിരുന്നു. നല്ല സിനിമ ഇറങ്ങണം. അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർഷത്തിന് ശേഷം ചെയ്യാൻ ഒരു പടം നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, പറയത്തക്കായിട്ടൊന്നുമില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പാട്ടായിരുന്നാലും വിഷ്വലായിരുന്നാലും അടിപൊളിയായിട്ടുണ്ട്. വിക്രമിന്റെ അഭിനയം കൊള്ളാം, നല്ല ഡെഡിക്കേഷൻ കൊള്ളാം. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ജീവിച്ചാണ് കാണിച്ചത്. പക്ഷെ ഈ പടത്തിൽ എന്തോന്ന് അഭിനയം ഇയാള്. ആദിവാസി ഒരു മെത്തേഡ് പോലത്തെ ഒരു പടമാണ്. ലാസ്റ്റ് തന്നെ അടിപൊളി തന്നെയാണ്. പക്ഷെ പടം കുറച്ച് ലാഗുണ്ട്, എന്നാലും വേറെ ലെവലാണ്. പിന്നെ പാർവതി മലയാള നടിയൊക്കെ ഇങ്ങനെ കിടന്ന് അഭിനയിക്കൂ, അടിപൊളിയാണ്. തമിഴ് നടിമാർ അഭിനയിക്കണേക്കാട്ടി അടിപൊളിയായിട്ട് പാർവതിയൊക്കെ ചെയ്തിരിക്കുകയാണ്. പാർവതിയെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളവിക വേറെ ലെവൽ. മാളവിക അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി അഭിനയമായിരുന്നു. പിന്നെ പശുപതിനെ പിന്നെ അഭിനയം പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം വേറെ ലെവലായിരുന്നു. നല്ല നൈസ് മൂവിയാണ്, ഉള്ള അടിപൊളി പടമായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. വിക്രം ജീവിച്ച് കാണിക്കുന്നു, ഇതേ കണക്കാണ് അഭിനയിച്ച് കാണിക്കുക. അടിപൊളി പടം. നൈസ് സൂപ്പർ. വിക്രമൊക്കെ ഒരു രക്ഷയില്ല. BGM ഒക്കെ പൊള്ളി, രക്ഷയില്ല. മേക്കിംഗ് ഒരു രക്ഷയില്ല, കിട്ടില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരുപാട് ഇതുണ്ട്. വിക്രം എടുത്ത എഫേർട്ട് ആ പടത്തിൽ തന്നെ കാണാനുണ്ട്. അഭിനയം എല്ലാം ഒരു രക്ഷയില്ല, എല്ലാം കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഉഷാറാണ്. കണ്ടോണ്ടിരിക്കാൻ നല്ല പടമാണ്. ഞാൻ ഫാൻസാറിനാണ് പറയുന്നത്, നല്ല പടം തന്നെ, സൂപ്പർ പടം. പടം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പടയിലുള്ള ഒരു എല്ലാ ഇതും നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. സിനിമ അടിപൊളിയായിരുന്നു, കൊള്ളാം. കൂടുതൽ ഇങ്ങനത്തെ ഒരു പടം ഈ ജനറേഷന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊക്കെ തന്നിട്ടുണ്ട് ഈ സിനിമയിൽ. കൊള്ളാം, അൽഹംദുലില്ലാഹ്, റാഹത്തായിട്ടുള്ള ഒരു മൂവി. കാണാൻ പറ്റും കേട്ടോ, കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും, റിയൽ സ്റ്റോറിയാ, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവന്റെ അടുത്ത് തന്നെ വേറെ ഒന്നുമില്ല. നല്ല പടം അത്. വിക്രവും പാർവതിയിലൊക്കെ നല്ല പെർഫോമൻസ്, നല്ല പടം. ട്വിസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ കാണുക. പിന്നെ ഫാന്റസിയാണ് സത്യം പറഞ്ഞാൽ. പാരഞ്ചത്ത് നല്ലോണം ചെയ്തിട്ടുണ്ട് ഈ പടം. എവിടെ നിന്നും ജസ്റ്റ് ഒന്ന് പാളിപ്പോയാൽ തന്നെ തീരേണ്ട ഒരു പടമാണ്, പക്ഷെ അടിപൊളിയാക്കിയിട്ടുണ്ട് പടം. എല്ലാവരും വന്ന് കാണുക. സ്റ്റോറി നല്ല അടിപൊളി സ്റ്റോറിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും BGM ആണെങ്കിലും ഒക്കെ സൂപ്പർ. കൊള്ളാം, അടിപൊളി. ബ്രില്യൻ്റാണ്. ഒരു പാരഞ്ച് സിനിമയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് വരണം. കാരണം സ്റ്റാർട്ടിങ് കുറച്ചൊരു സ്ലോ ആണ്, ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ബിൽഡഡ് ടു വാട്ട് ഈസ് ദെയർ ഇൻ ദ ക്ലൈമാക്സ്. നമ്മളത് എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് അടിപൊളിയാണ്. പിന്നെ കോമൺ ഓഡിയൻസിന് എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു പേഴ്സണലി പാരഞ്ച് സിനിമകളുടെ ഫാനാണ്. കണ്ടോണ്ടിരിക്കാം. വിക്രം സൂപ്പർ. சொன்னதான் கதை சூப்பராக இப்போ ஆக்டிங் திறன் சூப்பராக எல்லாருமே குறை சொல்ல முடியாது, சூப்பராக நடிச்சிருக்காங்க. ஒருத்தரும் குறை சொல்ல முடியாது, நல்லா இருக்கு. டிமெண்டிக்காலையும் சூப்பராக நீங்க பார்க்கலாம். சரிங்க, ஓகே. Director is Paranjit. It's done a real hard work and it should definitely do well.